ഹലോ പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ പ്രിയ പത്നിയും കൂടി ഈജിപ്തിൽ വന്നിട്ട് ഏകദേശം ഒരു 20 ദിവസത്തോളമായി. ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഗ്രേറ്റ് പിരമിഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര നിർമ്മിതികളായ ലക്ഷറിലെ ടെമ്പിള്, പിന്നെ മ്യൂസിയം, ലോകത്തിലെ ഏറ്റവും വലിയ മരുപ്പച്ചയായ സിവ, അലക്സാണ്ട്രിയ, പിരമിഡുകൾ ഒരുപാടെണ്ണം കണ്ടു. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ടു. ജബൽ മൂസ, അതായത് മോശയുടെ മല, അതൊക്കെ കാണാൻ പറ്റി. ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈജിപ്ത്. പക്ഷേ ഒരുപാട് കാഴ്ചകൾ കണ്ടു, അതെല്ലാം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പക്ഷെ നമ്മളെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യ നിർമ്മിതിയാണ് സൂയസ് കനാൽ. അത് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ലായിരുന്നു. കൈറോയിൽ നിന്നും ഒരു 3 മണിക്കൂർ കാറിലോ ബസ്സിലോ സഞ്ചരിച്ചാലാണ് ഈ മറ്റേ സൂയസ് കനാൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ മുന്നേ ജോർദാനിലേക്ക് പോകുമ്പോൾ ഞങ്ങള് സൂയസ് കനാലിന്റെ അടിയിലൂടെയുള്ള റോട്ടിലൂടെയാണ് പോയത്. മുകളിലൂടെ സൂയസ് കനാൽ ഒഴുകുന്നു, അടിയിലുള്ള ടണലിലൂടെയാണ് ഞങ്ങൾ ദഹബിലേക്ക് പോയത്. പക്ഷേ സൂയസ് കനാൽ പോയിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അവിടെ അത്രയും വലിയ ചെക്കിംഗ് ആയിരുന്നു. ഫോൺ എടുത്താൽ അപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ചെക്കിംഗ് ആണ്. കാരണം ഇസ്രായേലും പാലസ്തീനും ഒക്കെ ഉള്ള വിഷയവും ഈജിപ്തിന്റെ മധ്യസ്ഥത, അതുകൊണ്ട് ആ സമയത്തൊന്നും സൂയസ് കനാലിനെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല. ഇന്ന് ഞങ്ങൾ സൂയസ് കനാൽ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് സൂയസ് കനാൽ. മനുഷ്യന്റെ ഒരുപാട് കഷ്ടപ്പാടിന്റെ നിർമ്മിതിയാണ് ഈ കാണുന്നത്. ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച സൂയസ് കനാലിന്റെ ഒരു ജങ്കാറിലാണ് നമ്മളിപ്പോൾ. ഈ കാണുന്നതാണ് മെഡിറ്ററേനിയൻ സീ. സൂയസ് കനാലിന്റെ അപ്പുറത്ത് തട്ടിയിട്ട് മനുഷ്യനുണ്ടാക്കിയത്, മനസ്സിലായോ? അതൊക്കെ ഒഴിച്ചുണ്ടാക്കിയതാണ്. അതായത് ബുൾഡോസറൊന്നും ഇല്ലെന്ന്, അതായത് 3000 വർഷം ഇല്ല. 100,000 എത്ര വർഷം ഉണ്ട് ഇവിടെ? 100 വർഷത്തെ അല്ലേ? 100 വർഷം 150 വർഷം ഉണ്ടാവും.